വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് ഷെല്ലി. ഇവിടെ ഇപ്പോൾ വൈകുന്നേരം 5 മണി. ഒരു 3:30 ഒക്കെ ആകുമ്പോൾ എത്തണമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ 5 മണി ആയതുകൊണ്ട് വെയിൽ കൊള്ളണ്ടല്ലോ. എനിവേ, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന പിയറാണ് ഉറങ്കൻ പിയർ. ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഒത്തിരി ഉള്ളൊരു പിയറാണ് കേട്ടോ നമ്മുടെ ഈ ഉരങ്കൻ പിയർ. അതിന്റെ എൻട്രൻസിന്റെ അവിടെ തന്നെ അതിന്റെ ഹിസ്റ്ററി ബ്രീഫായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ പിയറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 1930 4 വർഷം എടുത്തു ഇതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് 1970. അപ്പോ ഇപ്പൊ എത്രയാ, 108 വർഷം പഴക്കമുള്ള ചരിത്രം കേട്ടോ പുള്ളിയുടേത്. നല്ല തണുപ്പാട്ടോ, നേരത്തെ വന്നാ മതിയായിരുന്നു 3 മണിക്ക്. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഇതിന്റെ കൺസ്ട്രക്ഷൻ. ആ സമയത്ത് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1124 മീറ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് 868 മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഈ പിയർ കൺസ്ട്രക്ട് ചെയ്തത് എക്സ്പോർട്ട് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അതായത് ഷുഗർ, കോൾ, ടിമ്പർ ഒക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് 1980 ആയപ്പോഴേക്കും എക്സ്പോർട്ട്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ 1985 പിയർ ക്ലോസ് ചെയ്ത് അതിന്റെ എൻറ്റയർ സ്ട്രക്ചർ ഡിമോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡേഴ്സും വന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പിയറിനെ ഒരു 239 മീറ്റേഴ്സ് ഡിമോളിഷ് ചെയ്യുകയും ചെയ്തു. പക്ഷേ പബ്ലിക്കിന്റെ പ്രതിഷേധം കാരണം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള ലെങ്ത്, അതായത് 868 മീറ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തു. അതിനുശേഷം ഈ ലാൻഡ് ഹാർവി ബേ സിറ്റി കൗൺസിലിന് കൈമാറി, അതായത് ഇപ്പോഴത്തെ ഫ്രേസർ കോസ്റ്റ് റീജിയണൽ കൗൺസിൽ. അങ്ങനെ 2009 കൗൺസിൽ നമ്മുടെ പിയറിന്റെ ഒരു 220 മീറ്റേഴ്സ് റീഫോർമിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് $2.5 മില്യൺ അലോക്കേറ്റ് ചെയ്തു. അതായത് ഓൾഡ് ടിമ്പർ പൈലറ്റ്സ് ഒക്കെ മാറ്റി സ്റ്റീൽ പൈലറ്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി. അതുപോലെ 2013 നമ്മുടെ പിയറിന്റെ റിമൈനിങ് പോർഷൻ കൗൺസിൽ റീഫോർമിഷ് ചെയ്തു. അങ്ങനെ 100 ഇയർ ഓൾഡ് ടിമ്പർ പൈൽസ് എല്ലാം മാറ്റി നമ്മുടെ പിയർ കുട്ടപ്പനായി. കഴിഞ്ഞ 2017 കേട്ടോ നമ്മുടെ പിയറിന്റെ 100th ആനിവേഴ്സറി. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇത്രയും ദൂരം എത്തി കേട്ടോ. ഇവിടെ ഇപ്പൊ എല്ലാരും ജോഗിങ്ങിനും ഫിഷിങ്ങിനും ഒക്കെ ആട്ടോ വരുന്നത്. പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഒത്തിരി പേരുണ്ടാവും ഫിഷിങ്ങിനൊക്കെ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ പിയറിന്റെ അറ്റത്തെത്തി കേട്ടോ. നമ്മുടെ 868 മീറ്റേഴ്സ് കവർ ചെയ്തു. ഇനി ഇതുപോലെ തിരിച്ചു നടക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ. പക്ഷെ രാത്രിയായി.
ഏതായാലും നല്ല തണുപ്പല്ലേ, ഒരു ഐസ്ക്രീം കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ വീട്ടിൽ 2 ദിവസത്തേക്ക് യാതൊരു ബഹളവും ഇല്ലായിരുന്നു. രണ്ടുപേരുടെ ത്രോട്ടടിച്ചു പോയി.